മണ്ഡലകാലം തീർത്ഥാടനം ആരംഭിച്ചതോടെ പുൽമേട് പാത വഴി സന്നിധാനത്തേക്ക് കാൽനടയായി തീർത്ഥാടകർ എത്തിത്തുടങ്ങി. കടുത്ത നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന പാതയിലൂടെ ദിവസവും 500-ലധികം തീർത്ഥാടകരാണ് ശബരിമലയിലെത്തുന്നത്. കാനനവാസനായ അയ്യപ്പനെ കാണാൻ കല്ലുമുള്ളും ചവിട്ടി തീർത്ഥാടകർ എത്തുന്ന പാതയാണിത്. തീർത്ഥാടന കാലം ആരംഭിച്ചതോടെ ഈ പാത ശരണമന്ത്രങ്ങളാൽ മുഖരിതമാകുകയാണ്. കഠിനവ്രതമെടുത്ത് ശബരിമലയിലേക്ക് എത്തുന്ന തീർത്ഥാടകരാണ് പ്രധാനമായും 13 കിലോമീറ്ററിലേറെ നീളുന്ന ഈ കാനനപാത വഴി സന്നിധാനത്തേക്ക് എത്തുന്നത്. പുല്ലുമേട് ദുരന്തത്തിന് ശേഷം കടുത്ത നിയന്ത്രണങ്ങളോടെയാണ് ഈ പാതയിലൂടെ തീർത്ഥാടകരെ കടത്തിവിടുന്നത്. കൊടുങ്കാടിന്റെ വന്യതയിൽ ശരണമന്ത്രങ്ങളെ മാത്രം കൂട്ടുപിടിച്ചുള്ള യാത്ര തീർത്ഥാടകർക്കും പ്രിയപ്പെട്ടതാണ്. ശബരിമലയിൽ വരുമ്പോൾ യഥാർത്ഥ കല്ലും മുള്ളും കാലിക്കുമെന്നല്ലേ പറയുന്നത്. ബുദ്ധിമുട്ടി തന്നെ വന്നത്, അതിന് നമുക്ക് വ്രതമൊക്കെ ഉള്ളതുകൊണ്ട് ശരിക്കും വരാൻ പറ്റി. ശബരിമലയിലേക്കുള്ള പ്രധാന പരമ്പരാഗത പാതയാണിതെങ്കിലും അന്യസംസ്ഥാന തീർത്ഥാടകരാണ് ഈ പാത വഴി എത്തുന്നവരിൽ ഭൂരിഭാഗവും. ഇടുക്കി ജില്ലയിലെ ഉപ്പുപാറയിലാണ് സന്നിധാനം വരെ നീളുന്ന ഈ പാതയുടെ ആരംഭം. എന്നാൽ വാഗ്ദാനം ചെയ്ത സൗകര്യങ്ങളൊന്നും ഇതുവരെ ഒരുക്കാത്തത് തീർത്ഥാടകരെ കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. കഠിനവ്രതം മനസ്സിനും ശരീരത്തിനും നൽകുന്ന ഊർജ്ജമാണ് പരമ്പരാഗത പാതയിലൂടെ എത്തുന്ന ഓരോ തീർത്ഥാടകന്റെയും കൈമുതൽ. അത്തരക്കാർക്ക് മാത്രമേ പരമ്പരാഗത പാത താണ്ടി സന്നിധാനത്തേക്ക് എത്താനുമാകൂ. ക്യാമറമാൻ ഷമീർ പത്തനാപുരത്തിനൊപ്പം എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.